ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് കർത്താവ് നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. ആദ്യമേ തന്നെ ഒരു അനൗൺസ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. ഈ വരുന്ന 31 തീയതി രാത്രിയിൽ 10 മണിക്ക് പ്രത്യേകമായിട്ടുള്ള പുതുവത്സരാരാധന കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. ബ്ലെസ്സിംഗ് ടുഡേയുടെ ആ സ്ഥലത്ത് വെച്ച് നടക്കുന്ന, ഇടപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന ഈ ആരാധനയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യാൻ പോകുന്നു. ഈ ഒരു വർഷത്തേക്ക് വേണ്ട ദൈവികമായ സന്ദേശം, വാഗ്ദത്ത വചനങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ആ ദിവസം അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതിലേക്ക് വേണ്ടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം 1 തീയതി വൈകിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു പുതുവത്സര ആരാധന തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടും ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു എലീറ്റ് സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മകനും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ, അതുപോലെ സുവിശേഷം ലോകത്തിന്റെ എല്ലായിടത്തേക്കും എത്തുവാൻ, വെൽവിഷന് കർത്താവെ ആത്മീകമായിട്ട് വളരുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരു കീ സ്പോൺസർ കൂടിയുണ്ട്, UAയിൽ നിന്ന് സോണി തോമസ് ആണ്. താങ്ക് യു ബ്രദർ സോണി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2024 ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, മക്കളായ ആബേലിന് വേണ്ടി, ആരോണിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാര്യ സിനിയുടെ ബാക്ക് പെയിൻ സൗഖ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോണി തോമസിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ ഞാനിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് വാട്ട് ഈസ് വർഷിപ്പിംഗ് ഇൻ ട്രൂത്ത് എന്നാണ്. എന്താണ് സത്യത്തിലുള്ള ആരാധന എന്ന് പറയുന്നത്. ഈ സന്ദേശത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം ബാക്ക്. നമ്മൾ ഈ ആഴ്ചയിൽ ഹൗ ടു വർഷിപ്പ് ഗോഡ്, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇന്നലെയും മിനിഞ്ഞാന്നും ചില കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. മെയിൻലി ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ ആരാധനയെക്കുറിച്ച് 19ാമത്തെ ചാപ്റ്റർ അതിൽ പറഞ്ഞിട്ടുണ്ട് വർഷിപ്പ് എന്താണ്. അതൊരു ചെറിയൊരു ലെസനാണ്, എന്നാൽ അത് ചെറുതെന്ന് പറയാനും പറ്റില്ല. അതുപോലുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷുണ്ട്, എൻ്റെ കയ്യിൽ തന്നെ മലയാളം ഇരിപ്പുണ്ട്, ഹിന്ദി ഇറങ്ങിയിട്ടുണ്ട്. ഈ 3 ലാംഗ്വേജ് മനസ്സിലാകുന്ന എല്ലാവർക്കും, ഏത് സഭയായാലും, ഏത് വിശ്വാസിയായാലും, ഏത് വിഭാഗമായാലും അറിഞ്ഞിരിക്കേണ്ട, ഇത് ബ്ലെസ്സിംഗ് ടുഡേക്ക് വേണ്ടി മാത്രമായി പബ്ലിഷ് ചെയ്തതായിട്ട് ആരും ചിന്തിക്കരുത്. ആർക്കും ആമസോണിൽ നിന്നത് കരസ്ഥമാക്കും. അതിലെ 30 ലെസൺസ് ശരിക്ക് പഠിച്ച് 30 അടിസ്ഥാന കല്ലുകൾ വെച്ച് പണിയുന്നത് പോലെ കഴിഞ്ഞകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 30 ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ടീച്ചിങ്സ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ടെക്സ്റ്റ്, ഇപ്പുറത്ത് ബ്ലാങ്ക്, നിങ്ങൾക്ക് നോട്ട്സ് എഴുതാം.
അത് കൂടാതെ ഏറ്റവും അവസാനം, എല്ലാറ്റിൻ്റെയും ഏറ്റവും അവസാനം ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സെൽ ഗ്രൂപ്പുകളിൽ, ബ്ലെസ്സിങ് ഗ്രൂപ്പുകളിൽ, കണക്ട് ഗ്രൂപ്പുകളിലൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും എഴുതാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും ഒക്കെയുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ 19th ചാപ്റ്റർ ആരാധനയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യമേ പറഞ്ഞ ഒരു റീക്യാപ്പ് പോലെ ഞാൻ പറയുക. നമ്മൾ ദൈവം സൃഷ്ടിച്ചത് ആരാധിക്കുക എന്ന പ്രാഥമിക ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മൾ ദൈവം രക്ഷിച്ചത്, വീണ്ടെടുത്തത് ആരാധിക്കുക എന്നുള്ള പ്രൈമറി എയിമോട് കൂടിയാണ്. ഇസ്രായേൽ ജനത്തെ ഫറവോൻ്റെ കയ്യിൽ നിന്ന് പിടിവിച്ചതുപോലും മരുഭൂമിയിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കാനും അടുത്ത സ്റ്റെപ്പിൽ അവർക്കൊരു രാജ്യം കൊടുക്കാനുമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇന്ന് സാത്താൻ്റെ കയ്യിൽ ദൈവം നമ്മളെ പിടിവിച്ചത് ഇന്ന് നമ്മൾ ആരാധിക്കാനും അടുത്ത ഇളകാത്തൊരു രാജ്യം, പിതാവ് യേശുവിന് കൊടുത്ത രാജ്യം, ആ രാജ്യം അവൻ നമുക്ക് തന്നിരിക്കുന്നു. ആ കിങ്ഡം അവകാശമാക്കാനായിട്ടാണ്. ഇത് ചുമ്മാ ഒരു കുട്ടികളിയൊന്നുമല്ല ആരാധന എന്ന് പറയുന്നത്. ഇതൊക്കെ ഇറ്റേണിറ്റിയിലേക്ക് കിടക്കുന്ന ചില പർപ്പസ് ആരാധനയുടെ പുറകിലുണ്ട്. മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനും, അങ്ങനെ നമ്മൾ ഒരു രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ ജനമായ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി, നിക്ഷേപമായിട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. നിസ്സാര പരിപാടിയല്ല. വാവ് വാവ് വാവ്. ഐ ആം റിയലി എക്സൈറ്റഡ്. ആരാധനയുടെ ശൈലി യേശു കർത്താവ് വന്നിട്ടങ്ങ് മാറ്റിക്കളഞ്ഞു. പഴയ നിയമത്തിൽ എന്തെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം മാറ്റി ഒരു പുതിയ വർഷിപ്പ് സ്റ്റൈൽ യേശു ഭൂമിയിൽ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പേരാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ഒന്ന് പറഞ്ഞേ, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് ടൈപ്പ് ചെയ്തിടുക. വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. എല്ലാവരും ടൈപ്പ് ചെയ്യുക. കമോൺ, വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ടൈപ്പ് ചെയ്തിടുക. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ഇതാണ് യേശു ഇനീഷ്യേറ്റ് ചെയ്ത, യേശു പറഞ്ഞു വെച്ചത്. അപ്പം അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നു. ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നതാണ് പുതിയ നിയമ പാറ്റേണിലുള്ള ആരാധന. പഴയ നിയമത്തിൽ ആരാധന, യാഗം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മൃഗങ്ങളെ അർപ്പിക്കുക, കുറുപ്രാക്കളെ അർപ്പിക്കുക, കാളക്കുട്ടിയെ കാളയെ അർപ്പിക്കുക, പശുവിനെ അർപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ മെയിൻ പരിപാടി. അതിനുവേണ്ടി പുരോഹിത വർഗമുണ്ട്, അവരാണ് അതിനു വേണ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. മാത്രമല്ല, ആരാധന എന്ന് പറയുമ്പോൾ ഒരു ഞായറാഴ്ചയോ ഒരു വെള്ളിയാഴ്ചയോ ഒരു ബുധനാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, ആരാധന യോഗം നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ഈവൻറ്റ്, അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് ഇത്ര പാട്ട് പാടി, 3 വേഗത്തിലുള്ള പാട്ടുകൾ, 2 മീഡിയം സ്പീഡിലുള്ള പാട്ടുകൾ, പിന്നെ ഒരു സ്ലോ സോങ്, ഇതൊക്കെ പാടിയുന്ന ഒരു പരിപാടിയാണ് ആരാധന എന്ന് ആരും ചിന്തിക്കരുത്. വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. ഇതൊരു ജീവിത രീതിയാണ്. വർഷിപ്പ് ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ലൈഫ് മൊത്തം ഒരാരാധനയായി, ജീവനുള്ള ആരാധനയായി എന്ന് വെച്ചാൽ ഞാനൊരു പ്രാർത്ഥനാ സ്ഥലത്ത് പോയി ഇങ്ങനെ കൈയടിച്ച് അല്ലെങ്കിൽ ഡ്രംസ് കൊട്ടി അല്ലെങ്കിൽ തുള്ളിച്ചാടി ആരാധിക്കുക, അതാണ് ആരാധന. അത് മാത്രമാണ് ആരാധന എന്ന് ചിന്തിക്കരുത്. അത് ആരാധനയുടെ ഒരു പാർട്ടാണ്. അത് ആ സമയത്ത് അത് മാത്രം ചെയ്തു. ബട്ട് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, എൻ്റെ ചിന്തകൾ, ഞാൻ എന്ത് ചെയ്ത് കൂട്ടിയാലും, ജോലി ചെയ്താലും ശുശ്രൂഷ ചെയ്താലും എന്താ ചെയ്താലും അവൻ്റെ മഹത്വത്തിനായി. ഒന്ന് പറഞ്ഞേ, അവൻ്റെ മഹത്വത്തിനായി. വാവ്. ഞാൻ എന്ത് ചെയ്താലും അവൻ്റെ മഹത്വത്തിനായി. പറഞ്ഞേ, അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? ലൈവ് ചാറ്റിലല്ല, കമൻറ്റ് സെക്ഷനിൽ അവൻ്റെ മഹത്വത്തിനായി ടൈപ്പ് ചെയ്തിടുക. അവൻ്റെ മഹത്വത്തിനായി. എല്ലാവരും ഒന്ന് പറ. ഫോർ ഹിസ് ഗ്ലോറി. ടൈപ്പ് ചെയ്തിടുക. ഫോർ ഹിസ് ഗ്ലോറി. ഫോർ ഹിസ് ഗ്ലോറി. അവൻ്റെ മഹത്വത്തിനായി. എല്ലാവരും ടൈപ്പ് ചെയ്യും. ഫോർ ഹിസ് ഗ്ലോറി. അവൻ്റെ മഹത്വത്തിനായി. അവൻ്റെ മഹത്വത്തിനായി. അവൻ്റെ മഹത്വത്തിനായി.
അതാണ് വർഷിപ്പ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതല്ലാതെ ഞായറാഴ്ച 2 മണിക്കൂർ ഒരു പള്ളിയിൽ പോയി, ഒരു സഭയിൽ പോയി, ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് ചെന്നു, ന്യൂ ജനറേഷനോ ഓൾഡ് ജനറേഷനോ എന്ത് പേരിൽ പറയപ്പെട്ടാലും അവിടെ ചെന്ന് ഇരുന്ന് ഇതെല്ലാം ചെയ്തു, അത്ര കാഴ്ചയിട്ടു, ആരാധന കൂടിയിട്ട് പോന്നു, ഒരു തൃപ്തിയായി, ഇനി മര്യാദക്കൊന്ന് ഉച്ചഭക്ഷണം കഴിച്ച് കിടന്നൊന്ന് ഉറങ്ങണം. അതല്ല ആരാധന. ദ ഹോൾ ലൈഫ് ഈസ് എ വർഷിപ്പ്. നമ്മുടെ ജീവിതം തന്നെ ഒരാരാധനയാണ്, ഒരു ജീവനുള്ള ആരാധനയാണ്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. ഇന്നലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് ആത്മാവിലുള്ള ആരാധന, ആത്മാവിൽ സത്യത്തിലാണ് ആരാധിക്കേണ്ടത്. എന്താണ് ആത്മാവിലുള്ള ആരാധന? വാട്ട് ഈസ് വർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ്? അപ്പം ഞാൻ പറഞ്ഞു, ദൈവാത്മാവാണ്, നമ്മളും ആത്മാവാണ്. ദൈവാത്മാവാണെന്ന് പറയുന്ന വചനമാണ് യോഹന്നാൻ 4:24. നമ്മൾ ആത്മാവാണെന്ന് പറയുന്ന വചനമാണ് 1 തെസ്സലോനിക്കർ 5:23. അപ്പോൾ ദൈവവും ആത്മാവാണ്, എൻ്റെ പിതാവ് ആത്മാവാണ്, ഞാനും ആത്മാവാണ്. പിതാവ് സത്യനമസ്കാരികളെ തേടുന്നു, സത്യനമസ്കാരിയും ആത്മാവാണ്. രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാവ് മരിച്ചു കിടക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റു, അകത്ത് ജീവൻ പ്രാപിച്ചു. അങ്ങനെയുള്ളവർ ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിൽ ഒന്നായിത്തീരുന്നു, അകത്ത് ഒരു ആത്മാവായി, അല്ലെങ്കിൽ അതുപോലെ യുണൈറ്റഡ് ആയി തീർന്നിരിക്കും. ആ ആത്മനിറവിൽ നിന്നാണ് ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടതും ആരാധിക്കേണ്ടതും. എന്ന് മാത്രമല്ല, ഈ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശരീരം വിട്ടേക്കാനല്ല, ശരീരവും ഇൻവോൾവ് ചെയ്യണം. ശരീരം മാത്രമല്ല, നമ്മുടെ പ്രാണൻ അഥവാ നമ്മുടെ മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി, അതെല്ലാം ഇൻവോൾവ് ചെയ്യണം. കർത്താവേ, ഈ വെളിപ്പാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഴത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സത്യത്തിലുള്ള ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന, വീമ്പിളക്കുന്ന പലർക്കും വാസ്തവത്തിൽ അത് മനസ്സിലായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില വചനങ്ങളൊക്കെ പഠിക്കാൻ പോവുക. സത്യത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ എന്താണെന്ന് നമ്മൾ കണ്ടു. സത്യത്തിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ദൈവവചനത്തിലെ സത്യത്തിൻ്റെ വെളിപ്പാടോടുകൂടെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് വചനത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യം വരുന്നത്. എന്ന് വെച്ചാൽ, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ചേർന്ന് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുക, ദൈവത്തെ ആരാധിക്കുക, അഡോർ ചെയ്യുക, വർഷിപ്പ് ചെയ്യുക, ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോവുക. സ്നേഹത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ് ആരാധനയായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ വചനത്തിൽ പറയുന്നത്, നമ്മൾ അവനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടൊക്കെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിൻ്റെ ഏപെക്സിലെത്തുമ്പോൾ ആണ് വർഷിപ്പായിട്ടത് മാറുന്നത്. ഒരാളുടെ ആദരവ്, സ്നേഹം, ഇതെല്ലാം കൂടി 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 അങ്ങേയറ്റെത്തുമ്പോൾ ആരാധനയായിട്ടത് മാറുന്നു. അത് ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി കേട്ടോളൂ. സത്യത്തിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവവചനത്തിലെ സത്യത്തിൻ്റെ വെളിപ്പാട് ഉണ്ടായിരിക്കുന്നതാണ്. ശരിക്കുള്ള ആരാധന വെളിപ്പെടണമെങ്കിൽ, നമ്മിൽ ക്രിയേറ്റഡ് ആകണമെങ്കിൽ, ദൈവവചനത്തിൽ നിന്നുള്ള സത്യം, ട്രൂത്ത് നമ്മുടെ അകത്തെത്തണം. യോഹന്നാൻ 17 യേശു കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഇടയ്ക്ക് പറയുന്നുണ്ട്, യുവർ വേർഡ് ഈസ് ട്രൂത്ത്. അങ്ങയുടെ വചനം സത്യമാകുന്നു. സത്യം കിടക്കുന്നത് അതിലാണ്. ആ വചനം തന്നെയാണ് യേശു. അതുകൊണ്ടാണ് യോഹന്നാൻ 14:6 വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. സത്യം. ഈ സത്യം അകത്തോട്ട് കയറിയാൽ നമ്മുടെ അകത്ത് എംബഡഡായി അകത്ത് ഫോം ചെയ്യുന്ന ഒന്നാണ് വെളിപ്പാട്, റെവലേഷൻ. സത്യത്തിൽ നിന്നും ഫോം ചെയ്തു വരുന്ന, മറഞ്ഞു കിടന്നിരുന്ന, നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മാൽ മറഞ്ഞു കിടന്നിരുന്ന ഒന്ന് റിവീൽ ചെയ്ത് കിട്ടും, ഓപ്പണായി കിട്ടുന്നതാണ് വെളിപാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സത്യത്തിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന, സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
അകത്ത് ദൈവവചനത്തിൽ നിന്നുള്ള സത്യങ്ങൾ ലെയറായി മുകളിലെ അടുക്കി പുതിയ സത്യങ്ങൾ, പുതിയ വെളിപ്പാട്, പുതിയ സത്യം, പുതിയ വെളിപ്പാട് വന്ന് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് സത്യത്തിലുള്ള ആരാധന എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരണം. So, in truth means having the revelation of the truth from the word about God. Any depth of worship depends on the degree of revelation we have of the one true God. ആരാധനയുടെ ആഴം എന്താണ്? ആരാധനയുടെ ആഴം എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള വെളിപാടിൻ്റെ നിലവാരമനുസരിച്ചാണ് ആരാധനയുടെ ആഴം ഇരിക്കുന്നത്. വാവ്! അപ്പം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു പെരിഫറൽ ലെവലിൽ, സൂപ്പർഫിഷ്യൽ ലെവലിൽ ചുമ്മാ പേരിനെ ആരാധിക്കുക, അല്പം കൂടെ ഡീപ്പർ ലെവലിൽ ആരാധിക്കുക, അല്പം കൂടെ ഡീപ്പർ ലെവലിൽ ആരാധിക്കുക, അല്പം കൂടെ ഡീപ്പർ ലെവലിൽ ആരാധിക്കുക. ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എത്രത്തോളം ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷൻ, സത്യത്തിൽ നിന്നും ഫോം ചെയ്തു വരുന്ന റെവലേഷൻ അകത്തുണ്ടോ, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഡെപ്ത് ഇരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? വാവ്! I am really happy and I am really excited. So the depth of worship depends on the degree of revelation we have of the one true God. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്തതെന്ന് ഇത് കേട്ടോ. The true worship is our heart's response to a realization of who God is. ദൈവം ആരെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം ആരെന്ന തിരിച്ചറിവിനോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രതികരണമാണ് യഥാർത്ഥ ആരാധന. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ യേശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ യേശയ്യാവിൻ്റെ 6 വളരെ സുപ്രസിദ്ധമാണ്. യേശയ്യാവിന് ഉസിയ രാജാവ് തൻ്റെ അങ്കിളായിരുന്നു. മരിച്ച ആ ആണ്ടിൽ വലിയൊരു റെവലേഷൻ ഉണ്ടായി. ആ റെവലേഷനിൽ സ്വർഗത്തിലെ ആരാധനയുടെ ഒരു ഗ്ലിംസ്, സ്വർഗത്തിലെ ആരാധനയൊക്കെ ഒന്ന് പീപ്പൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ സാധിച്ചപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവം ഉയർന്നും പൊങ്ങിയുള്ളൊരു സിംഹാസനത്തിലിരിക്കുകയും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകളെല്ലാം ആലയത്ത് നിറച്ചിരിക്കുന്നതും, അത് കൂടാതെ സാറാഫുകൾ, 6 ചിറകുള്ള സാറാഫുകൾ പറന്നുകൊണ്ട് ആരാധിക്കുന്നു. അതും 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടിയും 2 ചിറകുകൾ കൊണ്ട് ശരീരം മറച്ചു 2 ചിറകുകൾ കൊണ്ട് പറന്നും രാവും പകലും അവർ ആരാധിക്കുന്നു. അവർ വിളിച്ചു പറയുന്നത് ഹോലി 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 ഈസ് ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി ആൻഡ് ദ ഹോൾ എർത്ത് ഈസ് ഫിൽഡ് വിത്ത് ഹിസ് ഗ്ലോറി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നൊക്കെ ഭയങ്കരമായ ആർപ്പോടെ ഒരുവനോടൊരുവൻ വിളിച്ചു പോവുകയാണ്. ഉറക്കെ ഒരു സാറാഫ് മറ്റൊരു സാറാഫിനോട് വിളിച്ചു പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 വിളിച്ചു പറയുകയാണ്. They are crying out. അപ്പോൾ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിലും ആ ചുറ്റുമായിട്ടാണ് ഈ പരിപാടി. അപ്പോൾ കർത്താവിനത് കേട്ടുകൂടെ? കർത്താവിന് എന്തെങ്കിലും ബധിരതയുണ്ടോ? അതൊന്നുമല്ല. ഇവിടുത്തെ സംഭവം ഇത്രയേ ഉള്ളൂ. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് ഒരു റെവലേഷൻ അകത്ത് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും ആവേശവും ഭയങ്കരമായ ഒരു ത്രിൽഡ് ആയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതിൽ നിന്ന് വരുന്ന റെസ്പോൺസാണ്, പ്രതികരണമാണ്. ദാറ്റ് ഈസ് എ റിയൽ വർഷിപ്പ്. അപ്പോൾ സാറാഫുകൾ ഇത്രയും കിടന്ന്, സാറാഫുകൾ റോബോട്ട്സ് അല്ല. അങ്ങനെയാണെങ്കിൽ വൈൻഡ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ അതിങ്ങനെ പറഞ്ഞോളൂ. ഇത് റോബോട്ട്സ് അല്ല. അവർ ആത്മീയ ജീവികളാണ്. അവർ ദൂതഗണങ്ങളിൽപ്പെട്ടവരാണ്, വർഷിപ്പ് ഏഞ്ചൽസാണ്. അവരിതിങ്ങനെ പറയാൻ കാരണം ദൈവസന്നിധിയിൽ നിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കുറിച്ചുള്ള
പുതിയ പുതിയ റെവലേഷൻസ് അകത്തേക്ക് അവൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു വന്നിട്ട് അതിൻ്റെ പ്രതികരണമായിട്ടാണ് അവർ ഹോളി 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 ആർത്ത് വിളിക്കുന്നത്. അത് നൂറ്റാണ്ടുകളായിട്ട് ഇത് തന്നെ പരിപാടി. അതിലോട്ടൊക്കെ നമ്മൾ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ സത്യമകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ അതിനോടുള്ളൊരു പ്രതികരണമാണ് ആരാധന. ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്ക്. സാധാരണ ഒരു ക്രിസ്ത്യൻ സർവീസ് എടുത്താൽ, വർഷിപ്പ് സർവീസ് എടുത്താൽ, ഓപ്പണിംഗ് പ്രെയർ കാണും, ഒരാൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ ഓരോ സഭകളിലും പല രീതിയിലാണ്. എന്നാലും ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പാട്ടുകൾ പാടാൻ ഒരു സെഗ്മെൻ്റ്, ഒരു സമയമുണ്ട്. വചനം ശുശ്രൂഷിക്കാൻ ഒരു സെഗ്മെൻറ്റ്. ചില സഭകൾ സാക്ഷ്യങ്ങൾ പറയാൻ, അറിയിപ്പുകൾ പറയും. അത് ചിലപ്പോൾ കർത്തൃമേശ കാണും, വിശുദ്ധ ചുംബനം കാണും, അങ്ങനെ പലതും കാണും, കാലുകഴുകൽ, എന്താണെന്ന് വെച്ചാൽ. ഇവിടെ പാട്ടുകൾ പാടുന്നതിനെയാണ് നമ്മൾ സാധാരണ ആരാധന എന്ന് പറയുന്നത്. ഇന്നത്തെ ആരാധനയ്ക്ക് എന്തൊക്കെ പാട്ടാണ് പാടുന്നത്, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചോദിക്കുക. അതിനെയാണ് നമ്മൾ ആരാധന. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില സമയത്ത് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ സ്ഥിരം കാണുന്നതാണ് ബ്ലെസ്സിംഗ് ടുഡേയിൽ, വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില വെളിപ്പാടുകൾ നൽകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച, പല സ്ഥലങ്ങളിൽ ജനങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേറ്റ് അവർ ശക്തമായി പരിശുദ്ധാത്മ ഭാഷകളിൽ നിറഞ്ഞ്, അല്ലെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞ്, സ്തോത്രം പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ് പറഞ്ഞ്, അവർക്ക് ആ സമയത്ത് സ്പോണ്ടേനിയസായി അകത്ത് എന്തൊക്കെയോ ഒന്ന് നിറഞ്ഞിട്ട്, ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, ചില പ്രത്യേക വെളിപ്പാടുകൾ പുറത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുമ്പോൾ വലിയ ശുശ്രൂഷകർ ഉൾപ്പെടെ കസേരയിൽ നിന്നിറങ്ങി ചുറ്റും കിടന്ന് ഓടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഭ്രാന്ത് പിടിച്ചതുപോലെ. Why? They are responding to the truth of revelation. വെളിപ്പാടകത്തോട്ട് ചെന്ന് ഇടിച്ചിട്ട് അതിൽ നിന്നും അവർ ദൈവത്തെ സ്തുതിച്ച്, മറ്റുള്ളവർക്ക് ഇത് കിട്ടാത്തവർക്ക്, അത്ര എക്സൈറ്റഡ് ആകാത്തവർക്ക് തോന്നിയ കോട്ടാണ്. അങ്ങനെ കിടന്ന് ഓടുന്നു കണ്ടിട്ടുണ്ട്, നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ കണ്ടിട്ടുണ്ട്. ഇതാണ് വാസ്തവത്തിൽ ഈ സാറാഫുകൾ അവിടെ ചെയ്യുന്നത്. അവരുടെ അകത്തേക്ക് ദൈവത്തെക്കുറിച്ച് അവർ കൂടുതൽ കൂടുതൽ അവരുടെ തൊട്ട് മുമ്പിൽ നിന്ന് ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസായിട്ട് അവർ രണ്ട് ചിറകുകൾ കൊണ്ടിങ്ങനെ മൂടിപ്പിടിച്ച്, രണ്ട് ചിറകുകൾ കൊണ്ട് ശരീരം മറച്ച്, രണ്ട് ചിറകുകൾ കൊണ്ട് പറന്നുകൊണ്ട് ആവേശത്തിമിർപ്പിൽ അവർ പറയണം, ഹോളി 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 ഈസ് ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അപ്പം അവിടെ ഞാൻ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു പാട്ടല്ല. പാട്ട് പാടുമ്പോൾ തന്നെ ഈ ആരാധന വെളിപ്പെടണമെന്നില്ലെന്ന്. വചന ശുശ്രൂഷയ്ക്കിടയിൽ പെട്ടെന്ന് സ്പോണ്ടേനിയസായി വർഷിപ്പ് വരാം. ചില സമയങ്ങളിൽ, അങ്ങനെയുള്ള സമയങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ ചർച്ചിലാണെങ്കിൽ സജിത്ത് ബ്രദറോ ആരെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നൊരു പാട്ടങ്ങ് ആരംഭിക്കും. അതോടുകൂടി ക്രൗഡ് മുഴുവനും ആരാധിക്കുന്നു. അപ്പോൾ പാട്ട് പാടി ആരാധിക്കുകയല്ല ചെയ്തത്. വചനത്തിൻ്റെ സത്യം അറിഞ്ഞപ്പോൾ, ആ സത്യം ഇടിച്ചിറങ്ങിയപ്പോൾ ലഭിച്ച വെളിപ്പാടിൻ്റെ പ്രതികരണമായി അതൊരു ആരാധനയിലേക്ക് പോവുകയാണ് ചെയ്തത്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രക്ഷിത ഗണത്തിന് മാത്രമേ ആരാധിക്കാൻ സാധിക്കൂ, ആത്മാവിൽ ആരാധിക്കാൻ സാധിക്കൂ. എന്നാൽ അതിനോട് കൂടെ കമ്പൈൻ ചെയ്തു വരുന്നൊരു സാധനമാണ് സത്യത്തിലെ ആരാധന. സത്യം എന്താണ്? ദൈവവചനം. എനിക്കൊന്ന് യോഹന്നാൻ 17 എനിക്ക് തോന്നുന്നു. ലെറ്റ് മി ചെക്ക്. യോഹന്നാൻ 17. Yes, sanctify them by the truth. Your word is truth. നിന്റെ വചനം സത്യമാവും. അപ്പം ഇവിടെ പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ദൈവവചനത്തിന് ആരാധനയിൽ ഒരു വലിയ പങ്കുണ്ട്. വേണമെങ്കിൽ എങ്ങനെ പറയാം, ദൈവവചനം ഇപ്പോൾ ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, അപ്പോൾ അതിലേക്ക് കൂടുതൽ വിറകിട്ട് കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുന്നത്, ഏതെങ്കിലും കത്താൻ ആളി കത്തിപ്പിക്കുന്ന എന്തെങ്കിലും ഓയിൽ
കെരസിനോ ഡീസലോ പെട്രോളോ അങ്ങനെ ആളി കത്തിപ്പിക്കുന്ന എന്തെങ്കിലും കൂടി ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നത് പോലെ എന്തു ചെയ്യാൻ കഴിയും? ദൈവവചനത്തിൽ നിന്നുള്ള സത്യത്തിൻ്റെ വെളിപ്പാട് ഇട്ടുകൊടുക്കുമ്പോൾ ഭയങ്കരമായി അകത്തൊരു ഭയങ്കര കത്തലുണ്ടാവും. ആത്മാവാണ്, ആത്മതലത്തിലാണ് ആരാധന നടക്കേണ്ടത്. ഈ ജഡത്തിൻ്റെ ഡയമെൻഷനിലല്ല, റെലമിലല്ല. ഇറ്റ് ഈസ് ഇൻ ദ സ്പിരിറ്റ് റെലം, ബിക്കോസ് ഗാഡ് ഈസ് സ്പിരിറ്റ്, ബട്ട് വി ആർ ഓൾസോ സ്പിരിറ്റ്സ്. അപ്പോൾ ദ എൻറ്റയർ വർഷിപ്പ് ഷുഡ് ബി ഡൺ ഇൻ ദ സ്പിരിറ്റ് റെലം. അതാണ് ആത്മാവിലെ ആരാധന. സത്യത്തിലെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ട്രൂത്ത് കണ്ടെയ്ൻഡ് ഇൻ ദ വേൾഡ്. അതിങ്ങോട്ട് റെവലേഷനായിട്ട് വരുമ്പോൾ ഇതങ്ങ് കത്തുകയാണ്. അതിൽ നിന്ന് വരുന്ന ഹോളി ഫയർ. ഓ മൈ ഗോഡ്, ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ മൈക്കൊക്കെ ഇട്ടായിരുന്നെങ്കിൽ ഞാൻ കിടന്ന് ഓടിയനെ. അതുപോലെ എൻ്റെ അകത്തൊരു ഭയങ്കര ഒരു സാധനം വന്ന് നിറയുന്നു മക്കളെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഈ വെളിപാട്, worshiping in spirit and truth എന്ന റെവലേഷൻ എല്ലാവരുടെ അകത്തുണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പെട്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ടൈപ്പ് ചെയ്തിടുക, ഐ വാണ്ട് ടു വർഷിപ്പ് ഗാഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ആത്മാവിലും സത്യത്തിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. പെട്ടെന്ന് ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിൽ അടിച്ചിടുക. കമോൺ, എല്ലാവരും കാണട്ടെ, ലോകം മുഴുവൻ കാണട്ടെ. ഇനി കാണുന്നവരും ഇതിനി വാച്ച് ചെയ്യാൻ പോകുന്നവരും കാണട്ടെ. ആത്മാവിലും സത്യത്തിലും എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ, ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൃപ, അതിൻ്റെ വെളിപ്പാട്, അതിൻ്റെ ആത്മാവ്, അതിൻ്റെ പകർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് ചെയ്തിടുക, എനിക്ക് ആത്മാവിലും സത്യത്തിലും എൻ്റെ ദൈവത്തെ ആരാധിക്കണം. കർത്താവേ, ഇത് പ്രാർത്ഥിക്കുന്നു, ഇത് പറയുന്നു, ഇത് ടൈപ്പ് ചെയ്യുന്നവരുടെ മേലെ കൃപ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ആരാധനയാൽ തന്നെ അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ, ചെങ്കോട്ടകൾ ഇടിഞ്ഞു വീഴട്ടെ. യെരിഹോ കോട്ടകൾ ഇടിഞ്ഞു വീഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചെങ്കടൽ പിളർന്നു പോകട്ടെ. ജയിലുകൾ പൊളിഞ്ഞു വീഴട്ടെ. ആരാധനയ്ക്ക് ജയിലുകളെ പൊളിക്കാനുള്ള കഴിവുണ്ട്. അപ്പോസ്തലന്മാർ ആരാധിച്ചപ്പോൾ, പൗലോസും ശീലാസും കാരാഗൃഹത്തിനകത്ത്, ഡഞ്ചൻ്റെ അകത്ത് ആരാധിച്ചപ്പോൾ കാരാഗൃഹം പൊളിഞ്ഞുപോയി. ഞാൻ കാര്യം പറയാം, മര്യാദക്ക് ആരാധിക്കുന്നൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, ചില സഹോദരിമാരോട് പരിശുദ്ധാത്മ പറയാം, ഓഫീസിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇൻലോസിൻ്റെ പ്രശ്നം, നാത്തൂൻ്റെ പ്രശ്നം, അയൽപക്കത്ത് പ്രശ്നം, അയൽക്കൂട്ടത്തിൽ പ്രശ്നം, എവിടെ ചെന്നാലും പ്രശ്നം. ആരാധനയുടെ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാമെങ്കിൽ ഇതെല്ലാം പറഞ്ഞു പോകുന്നേ, ഈ കോട്ടകളെല്ലാം കൊണ്ട് ഇടിഞ്ഞു താഴെ വീഴും. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ദിവസവും ദുസ്വപ്നങ്ങൾ കാണുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരട്ടെ. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ബ്ലീഡിങ് അവിടെ നിൽക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. ചില സെക്രിഷൻസ് ശരീരത്തിലുണ്ടായി, അതിനാലുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, അത്ഭുതങ്ങൾ നടക്കുന്നതിനായി നന്ദി, നന്ദി, നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി പേർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. God bless you, God bless you, God bless you. Bye-bye.